ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മലമ്പുഴയിലാണ് കേട്ടോ. ബക്രീദ് ഈവനിങ് നമ്മൾ ചുമ്മാ പുറത്ത് കറങ്ങാൻ വേണ്ടി വന്നതാണ്. മലമ്പുഴ വന്നു, പിന്നെ കവ ആ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. മലമ്പുഴയിൽ നമ്മൾ ബോട്ടിംഗ് ആണ് മെയിൻ എയിം, പിന്നെ റോപ്പ് വേയിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറാണ്, അത് ക്ലോസ്ഡ് ആണ്. മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. ഇതിപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 5:30 ആയായിരുന്നു. സോ നമ്മൾ ആദ്യം തന്നെ ബോട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നു. പക്ഷേ എക്സാക്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ടിക്കറ്റ് അവർ കൊടുത്തായിരുന്നു. പിന്നെ കുറേ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി ടിക്കറ്റ് തന്നു. 5:30 ഇവർ ടിക്കറ്റ് കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യും. എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് 6 മണിയാകുമ്പോൾ ബോട്ടിങ് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്ന് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഫൈനലി ലക്ക് കൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇത് നമ്മുടെ സേഫ് ജാക്കറ്റ് എന്ന് പറയത്തില്ലേ, ലൈഫ് ജാക്കറ്റ്, സേഫ്റ്റി ജാക്കറ്റ് പറയത്തില്ല, ആ സംഭവമാണ്. ഐ ആം വെരി എക്സൈറ്റഡ്. ബോട്ടിങ് ചെയ്യാനുള്ള ഫുൾ ത്രില്ലിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സ്പീഡ് ബോട്ട്, അഥവാ മോട്ടോർ ബോട്ട് എന്നൊക്കെ പറയും. ഇവിടെ 2 ടൈപ്പ് ബോട്ടിംഗ് ആണുള്ളത്, മോട്ടോർ ഓർ സ്പീഡ് ബോട്ട്. പിന്നെ ഇത് പെഡൽസ്, ഇതാണ് പെഡൽ ബോട്ടിംഗ്. ഓക്കെ, അവിടെ നിർത്തിയിട്ടില്ല, വയറ് കാണുന്നതാണ്. അത് 2 പേർക്കും 4 പേർക്കും ചെയ്യാൻ പറ്റുന്നതുണ്ട്. മോട്ടോർ ബോട്ടിംഗ് ആണെങ്കിൽ 6 പേരുള്ളതും 8 ആൾക്കാർക്ക് പറ്റുന്ന, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ 5:30 മുമ്പായിട്ട് ഇവിടെ എത്തുന്ന പോലെ വരാം കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെടുത്ത് അതനുസരിച്ച് ഇരിക്കാൻ പറയും, ബോട്ടിന് ബാലൻസ് കിട്ടുന്ന രീതിയിൽ ഇരിക്കാനൊക്കെ പറയും. ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ കുറേ കാത്തിരുന്നിട്ടാണ് കേട്ടോ ഞാനിത് പോകുന്നത്. എന്താ വെച്ചാൽ മലമ്പുഴയിൽ ഞാൻ കുറേ പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ റോപ്പ് വേയിലൊക്കെ നിറയെ പ്രാവശ്യം പോയിട്ടുണ്ട്. മലമ്പുഴ ഡാമിന് മേലെ കയറിയിട്ടുണ്ട്. ആ ഗാർഡനും മറ്റുള്ള ഓരോ പോയിൻറ്റും, സ്നേക്ക് പാർക്ക് എല്ലാം, ബട്ടർഫ്ലൈ പാർക്ക് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബോട്ടിംഗ് സെക്ഷൻ എത്തുമ്പോൾ എപ്പോഴും 5:30 ആവും, ടിക്കറ്റ് അവൈലബിൾ ഉണ്ടാവില്ല, അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ എപ്പോഴും മടങ്ങി പോകാറാണ്. സോ ലക്കിലി വി ഗോട്ട് ദിസ് ടൈം. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മലമ്പുഴ പോവുകയാണെങ്കിൽ ആദ്യം ബോട്ടിങ്, റോപ്പ് വേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നടന്ന് കാണാനുള്ള കാര്യങ്ങളും മറ്റൊക്കെ ചെയ്യാം. ഇതൊക്കെ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. സോ നമ്മളിതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ദാണ്ട് നിൽക്കുന്നു യക്ഷി, മലമ്പുഴ യക്ഷിയാണ് കേട്ടോ ഇത്. സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ നേരത്തെ പോയത് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ബ്രിഡ്ജാണ്, ലോങ് ബ്രിഡ്ജ്. ഇതിപ്പോൾ ഷട്ടറിന് അടുത്തുള്ളൊരു ലോങ് ബ്രിഡ്ജാണ്. ഇത് കൂടെ നടക്കുമ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഷട്ടർ ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ആയ സമയത്ത് നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ വാട്ടർ ഡ്രോപ്സൊക്കെ നമ്മുടെ ഫേസിൽ വീഴുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ആ അറ്റത്ത് കാണുന്ന ആ വഴി കൂടെ പോയിട്ട് ആ ഡാമിൻ്റെ മേലെ കയറാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്നും നല്ലൊരു ഡാം വ്യൂവും കാഴ്ചകളൊക്കെ കാണാം.